രോഗനിർണയം ഒരു തുടക്കം മാത്രമാണ്. നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര നിലവാരമുള്ള ഉപകരണങ്ങളും വിദഗ്ധരുടെ പരിചരണവും ചേർന്ന് രോഗങ്ങളെ തുടക്കത്തിൽ തന്നെ കണ്ടെത്തുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. നിങ്ങളുടെ സുരക്ഷയും സൗകര്യവും ഉറപ്പാക്കി വേദനയില്ലാതെയും ശുചിത്വത്തോടെയും സാമ്പിളുകൾ എടുക്കുന്നു. ഫലങ്ങൾ കൃത്യവും വിശ്വസനീയവുമാണ് എന്ന് ഞങ്ങൾ ഉറപ്പാക്കുന്നു. ഈ ദൗത്യം സാധ്യമാക്കുന്നത് ഞങ്ങളുടെ ഇമേജിംഗ് വിഭാഗത്തിലൂടെയാണ്. ശരീരത്തിന്റെ ആഴങ്ങളിലുള്ള അവയവങ്ങൾ റേഡിയേഷൻ ഇല്ലാതെ തന്നെ പരിശോധിക്കാൻ ഞങ്ങൾ സിഗ്ന ടെസ്ല 18 ചാനൽ MRI ഉപയോഗിക്കുന്നു. ഉയർന്ന റെസല്യൂഷൻ ചിത്രങ്ങളിലൂടെ തലച്ചോറ്, നട്ടെല്ല്, സന്ധികൾ, ആന്തര അവയവങ്ങൾ എന്നിവയെ അതിസൂക്ഷ്മമായി മനസ്സിലാക്കാൻ ഇത് സഹായിക്കുന്നു. നമസ്കാരം, ഞാൻ ആസാദ് അബ്ദുറഹ്മാൻ, ദേവിസ്കാനിലെ ഡയറക്ടർ. കഴിഞ്ഞ 43 വർഷമായി വെറും ഒരു രോഗം കണ്ടുപിടിക്കുന്ന സ്ഥാപനമല്ല ദേവിസ്കാൻ. ഇവിടെ വരുന്ന ഓരോ രോഗികൾക്കും ലോകോത്തര നിലവാരമുള്ള സൗകര്യങ്ങളും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഏറ്റവും പുതിയ ടെക്നോളജി ഗവേഷണത്തിനും സേവനത്തിനും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നൽകുന്ന ഓരോ ടെസ്റ്റും റിപ്പോർട്ടും ദേവിസ്കാൻ നൽകുന്ന വാഗ്ദാനങ്ങളാണ്. ഒരു രോഗിക്ക് ആത്മവിശ്വാസമായും ദേവിസ്കാൻ നിലകൊള്ളുന്നു. ദേവിസ്കാൻസിൽ മികവ് ഞങ്ങളുടെ ഓപ്ഷനല്ല, അത് ഞങ്ങളുടെ സ്റ്റാൻഡേർഡാണ്. എല്ലുകളിലെ പൊട്ടലുകൾ, ഘടനാപരമായ മാറ്റങ്ങൾ എല്ലാം വ്യക്തമായി തിരിച്ചറിയാൻ എക്സ്റേ മെഷീൻ സഹായിക്കുന്നു. കുറഞ്ഞ റേഡിയേഷനിലൂടെ ഉയർന്ന വ്യക്തതയോടെയുള്ള ചിത്രങ്ങൾ നൽകി രോഗനിർണയത്തിൽ പുതിയ നിലവാരം സൃഷ്ടിക്കുന്നു. ഹായ്, ഞാൻ ഡോക്ടർ അനുപമ രാധാകൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് റേഡിയോളജിസ്റ്റ് ദേവിസ്കാൻ. കഴിഞ്ഞ 10 വർഷമായിട്ട് ദേവിസ്കാനിൽ വർക്ക് ചെയ്യുന്നു. പൊതുവെ റേഡിയോളജിയെ പറ്റിയൊരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ പേഷ്യന്റിനെ നേരെ മെഷീനിലോട്ട് കയറ്റുക, അരമണിക്കൂറിനകം ഇമേജസ് വരും വിത്ത് റിപ്പോർട്ട് എന്നുള്ളൊരു ചെറിയ കൺസെപ്റ്റ് ഉണ്ട്. ആക്ച്വലി അത്ര സിമ്പിൾ അല്ല. ഇമേജിൻ്റെ പ്രീ പ്രിപ്പറേഷൻ ഉണ്ട്. ഒരു ഗുഡ് ക്വാളിറ്റി ഇമേജ് സ്കാനിങ് നമുക്ക് കിട്ടണമെങ്കിൽ മെയിൻലി 2 ഘടകങ്ങളാണ്. ഒന്ന്, നല്ല ഒരു MRI NCT മെഷീൻ. 2, ഒരു ഗുഡ് ക്വാളിറ്റി ടീം, റേഡിയോളജി ടീം. ദേവിസ്കാൻസിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ മെഷീൻ എന്ന് പറഞ്ഞാൽ 1.5 ടെസ്ല MRI, 128 സ്ലൈസ് CT. രണ്ടും വളരെ നല്ല ഗുഡ് ക്വാളിറ്റി മെഷീൻസ് ആണ്. ഫ്രീക്വൻ്റ്ലി ഇതിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഗ്രഡേഷൻ റെഗുലർലി ചെയ്യുന്നൊരു സെൻ്ററാണ് ഇത്. പിന്നീട് ഞങ്ങളുടെ ക്യാൻസർ സ്ക്രീനിങ് MR മാമോഗ്രാം ചെയ്യുന്നുണ്ട്. ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു അസുഖം, ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റിന് ഏറ്റവും ആവശ്യമുള്ള കാര്യം അതിൻ്റെ പ്രോപ്പർ സ്റ്റേജിങ് ആണ്. റെഗുലർലി നമുക്ക് ക്യാൻസർ പേഷ്യൻസ് വരുന്നുണ്ട്. അവരുടെ എല്ലാ പേഷ്യൻസിൻ്റെയും വിത്ത് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് സ്റ്റേജിനോട് കൂടിയാണ് ഞങ്ങൾ ഇവിടുന്ന് പേഷ്യൻസിനെ വിടാറുള്ളത്. പോസ്റ്റ് ക്യാൻസർ തെറാപ്പി പേഷ്യൻസ് വരുന്നവരുടെ സ്ക്രീനിങ് ആയാലും ഫോളോ അപ്പ് ആയാലും ഇന്റർനാഷണൽ ഗൈഡ് ലൈൻസ് അനുസരിച്ച് തന്നെയാണ് റിപ്പോർട്ട് പോകുന്നത്. ഹോപ്പ്ഫുള്ളി വി ക്യാൻ കണ്ടിന്യൂ വിത്ത് ദിസ്. വേഗതയിലും കൃത്യതയിലും സമാനതകളില്ലാത്ത GE ഒപ്റ്റിമ CT സ്കാനാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. തലച്ചോറ്, വയറ്, നെഞ്ച്, രക്തക്കുഴലുകൾ എന്നിവയുടെ ക്രോസ് സെക്ഷണൽ ചിത്രങ്ങൾ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നൽകി അടിയന്തര സാഹചര്യങ്ങളിലും മറ്റ് രോഗനിർണയങ്ങളിലും നിർണായക വിവരങ്ങൾ ലഭ്യമാക്കുന്നു. നമസ്കാരം, എൻ്റെ പേര് അലമി. ഞാൻ ദേവിസ്കാൻസിൻ്റെ ഒരു ഡയറക്ടറാണ്. രോഗനിർണയരംഗത്ത് 43 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള കേരളത്തിലെ തന്നെ വിശ്വസ്തമായ ഒരു ഡയഗ്നോസ്റ്റിക് സെൻ്ററാണ് ദേവിസ്കാൻസ് എന്ന് പറയുന്നത്. 1994-97 കാലഘട്ടങ്ങളിൽ ഒരു പ്രൈവറ്റ് ഡയഗ്നോസ്റ്റിക് സെൻ്ററും കേരളത്തിൽ ആദ്യമായി MRI സ്കാൻ, CT സ്കാൻസ് എന്നിവ ഉൾപ്പെട്ട ഒരു റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് ആദ്യമായി സ്റ്റാർട്ട് ചെയ്യുന്നത് ദേവിസ്കാൻസിലാണ്. അന്ന് എനിക്ക് തോന്നുന്നത് തിരുനെൽവേലിയിൽ നിന്ന് പോലും പേഷ്യൻസ് റേഡിയോളജി സർവീസിനായി ദേവിസ്കാൻസിൽ എത്തിയിരുന്നു. സ്കാനിംഗ് മേഖലയിൽ അന്നും ഇന്നും ദേവിസ്കാൻസ് മുൻപന്തിയിൽ തന്നെയാണ്. ഇന്ന് 2025 എത്തി നിൽക്കുമ്പോൾ ദേവിസ്കാൻസിന് കേരളത്തിലൊട്ടാകെ 60-ൽ പരം ബ്രാഞ്ചുകളുണ്ട്. ഒരു സ്കാനിംഗ് സെന്റർ എന്നതിനപ്പുറം ആരോഗ്യ സംരക്ഷണം ഞങ്ങളുടെ പുനർനിർവചിക്കുകയാണ്. അതെ, ഞങ്ങൾ കേരളത്തിലെ തന്നെ ആദ്യത്തെ ഒരു പ്രോആക്റ്റീവ് വെൽനസ് എക്കോസിസ്റ്റം നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു ദേവിസ്കാൻസ് എന്ന് പറയുമ്പോൾ എല്ലാവരിലും ഉണ്ടാകുന്ന ഒരു കാഴ്ചപ്പാട്
ഒരു സ്കാനിങ് സെന്റർ എന്ന രൂപത്തിലാണ്. മറിച്ച് ഒരു സ്കാനിങ് സെന്ററിൽ നിന്ന് മാറി ഒരു വെൽനസ് സെന്ററിലേക്കുള്ള ഒരു യാത്രയിലാണ് ഞങ്ങളുടെ ലക്ഷ്യം വളരെ ലളിതമാണ്. ഒരു വ്യക്തി അല്ല എങ്കിൽ ഒരു മനുഷ്യൻ ആരോഗ്യ സംരക്ഷണം രോഗം വരുമ്പോൾ തുടങ്ങേണ്ട ഒന്നല്ല. മറിച്ച് പ്രഡിക്റ്റീവായിട്ടുള്ള സ്ക്രീൻസ്, പ്രിവന്റീവ് ഹെൽത്ത് പ്രോഗ്രാംസ്, പോസ്റ്റ് ലൈഫ് ഹെൽത്ത് മാപ്പിംഗ്സ് എന്നിവയിലൂടെ രോഗം കണ്ടുപിടിക്കുന്നതിൽ നിന്ന് മാറി ഓരോ വ്യക്തിയും അവരുടെ ആരോഗ്യ യാത്രയിൽ ഞങ്ങൾ വഴികാട്ടുകയാണ്. എല്ലുകളുടെ ആരോഗ്യവും ഒടിവുകൾക്കുള്ള സാധ്യതകളും വിലയിരുത്താൻ ഡെക്സ സ്കാൻ അനിവാര്യമാണ്. അസ്ഥികളുടെ സാന്ദ്രത വളരെ കൃത്യതയോടെ അളന്ന് ഓസ്റ്റിയോപോറോസിസ് പോലുള്ള രോഗങ്ങൾ നേരത്തെ കണ്ടെത്താൻ സഹായിക്കുന്നു. സ്ത്രീകളുടെ ആരോഗ്യത്തിന് മാമോഗ്രാഫി സ്കാൻ അത്യാവശ്യമാണ്. സ്തനങ്ങളിലെ ചെറിയ മാറ്റങ്ങൾ പോലും വ്യക്തമായി കണ്ടെത്തി അർബുദത്തെ ആദ്യഘട്ടത്തിൽ തന്നെ തിരിച്ചറിയാൻ സഹായിക്കുന്നു. ഹായ്, മൈ നെയിം ഇസ് ഡോക്ടർ ബ്രിജിത്ത്, കൺസൾട്ടന്റ് റേഡിയോളജിസ്റ്റ് ആയിട്ട് ദേവിയിൽ വർക്ക് ചെയ്യും. കഴിഞ്ഞ 4-5 വർഷമായിട്ട് ഇവിടെ തന്നെയാണ്. ദേവി മറ്റ് സ്ഥാപനങ്ങളുമായ ഇച്ചിരി വ്യത്യാസമുണ്ട്. നമ്മളെല്ലാവരെയും ഇവിടെ ഫാമിലി മെമ്പറായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതുമാത്രമല്ല വിത്ത് പ്രൊഫഷണൽ എത്തിക്സ് അറ്റ് ദ സെയിം ടൈം. സോ ഇവിടെ വരുന്ന എല്ലാ പേഷ്യൻസും നമ്മുടെ ഫാമിലി മെമ്പറിനെ പോലെ തന്നെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. ആൻഡ് വി പ്രൊവൈഡ് more than the diagnosis, what the doctor deserves, as well as what the patient deserves. So, the future of healthcare depends on how we see things today. With superior healthcare imaging system, as well as a strong culture of innovation, we can redefine radiology than what we see today. And as well as, we do not follow the global standards, we always set. ഗർഭസ്ഥ ശിശുവിന്റെ വളർച്ച, ആന്തരാവയവങ്ങളുടെ പ്രവർത്തനം, രക്തയോട്ടത്തിലെ തടസ്സങ്ങൾ എന്നിവ തത്സമയം കാണാൻ ഞങ്ങൾ അൾട്രാസൗണ്ട് സിസ്റ്റം ഉപയോഗിക്കുന്നു. റേഡിയേഷൻ ഇല്ലാത്തതിനാൽ സുരക്ഷിതവും ഉയർന്ന കൃത്യത നൽകുന്നതിനാൽ വിശ്വാസ്യതയുമുള്ള പരിശോധനയാണിത്. ഞാൻ ദേവി സ്കാൻസിന്റെ പ്ലാനിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ്. നമ്മൾ കഴിഞ്ഞ 40 വർഷത്തിലേറെയായി കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. ഈ ദേവി സ്കാൻസിന്റെ ചരിത്രം എന്ന് പറയുന്നത് കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ ഏറ്റവും പുതിയ തരത്തിലുള്ള സാങ്കേതിക വിദ്യ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സ്ഥാപനമായിട്ടാണ് ദേവി സ്കാൻസ് തുടങ്ങുന്നത്. ദേവി സ്കാൻസ് പുതിയ സാങ്കേതിക വിദ്യ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിനകത്ത് പുതിയ സാധ്യതകളെ ആഗോളതലത്തിൽ നമ്മൾ പരിശോധിക്കുന്നുണ്ട്, നിരീക്ഷിക്കുന്നുണ്ട്. കേരളത്തിലെ സാഹചര്യത്തിനറിയാം, മറ്റ് ആഗോള ആരോഗ്യ മേഖലയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏതാണ്ട് അതിനൊപ്പം തന്നെ നിൽക്കുന്നതായിട്ടാണ് നമ്മുടെ കണക്കുകളൊക്കെ തന്നെ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടുത്തുള്ള സാമാന്യ ജനങ്ങൾക്ക് ഇത്തരത്തിലുള്ള ആരോഗ്യ മേഖലയെ കുറിച്ച് അല്ലെങ്കിൽ ആരോഗ്യത്തെ കുറിച്ച് അതിന്റെ ടെക്നോളജിയെ കുറിച്ചൊക്കെ നല്ല ധാരണയുള്ള ഒരു സമൂഹമാണ് കേരളത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് അന്തർദേശീയ തലത്തിലുള്ള ചില പുതിയ ആശയങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ദേവി സ്കാൻസ് ശ്രമിക്കാറുണ്ട്. അതിൽ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യയിലുള്ള ഉപകരണങ്ങളാണ് നമ്മൾ സാധാരണയായിട്ട് പുതുതായി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മുടെ കോവിഡാനന്തര കാലത്തിന് ശേഷം കേരളത്തിലെന്നല്ല ലോകത്തെമ്പാടുമുള്ള ആരോഗ്യ മേഖലയിലുള്ള സാഹചര്യങ്ങൾ മാറി. അപ്പോൾ നമ്മൾ ദേവി സ്കാൻസ് അത്തരത്തിലുള്ള ഒരു മാറ്റത്തിന്റെ ഭാഗമായിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കോവിഡിന് മുമ്പ് വരെ എന്ന് പറയുന്നത് രോഗനിർണയത്തിന് വേണ്ടിയിട്ടാണ് ഇത്തരം സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പ്രത്യേകിച്ചും ഡോക്ടർക്ക് എത്രയും പെട്ടെന്ന് രോഗിയുടെ രോഗം എന്താണെന്ന് അറിയണമെന്ന് സാങ്കേതിക വിദ്യയുടെ സഹായം വേണം. ദേവി സ്കാൻസ് രോഗനിർണയത്തിൽ നിന്ന് മാറി ആരോഗ്യ നിർണയത്തിലേക്ക് മാറി. ഇതുവരെ നമ്മളിലുള്ള രോഗം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് സാങ്കേതിക വിദ്യകളുടെ സഹായം നമ്മൾ നേടിക്കൊണ്ടിരുന്നത്. ഡോക്ടേഴ്സിന് അതിനനുസരിച്ച് റിസൾട്ടിനനുസരിച്ച് മരുന്നുകൾ കൊടുക്കാനും ചികിത്സിക്കാനും ഒക്കെ പറ്റും. പക്ഷെ ദേവി സ്കാൻസ് അടുത്തൊരു പടിയിലേക്ക് പോകുന്നത് ആരോഗ്യ നിർണയം എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മുടെ ആരോഗ്യം സഫീഷ്യന്റ് ആണോ അല്ലെങ്കിൽ എഫിഷ്യന്റ് ആണോ എന്നറിയുന്ന തരത്തിലേക്ക് നമ്മളുടെ ഡയഗ്നോസിസ് മാറുകയാണ്. മറ്റേത് നമ്മൾ നിർത്തുന്നില്ല. രോഗനിർണയം നമ്മൾ ധാരാളമായിട്ട് നടക്കുമ്പോൾ തന്നെ പുതിയ സാഹചര്യം അനുസരിച്ച് ആൾക്കാരുടെ ആവശ്യം അനുസരിച്ച് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആരോഗ്യ നിർണയമാണ്. എന്റെ ശരീരം ആരോഗ്യപരമാണോ എന്ന് നമ്മൾ പരിശോധിച്ച് അവർക്ക് അതിന്റെ ഒരു കോൺഫിഡൻസ് നൽകുക. അത്തരത്തിലുള്ള ടെസ്റ്റുകളും ബാക്കിയുള്ള കാര്യങ്ങളിലേക്കുമാണ്
നമ്മളിപ്പോൾ പുതിയ ഒരു ലക്ഷ്യമായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ആരോഗ്യ നിർണയം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് 2 ഘട്ടം. ആരോഗ്യ നിർണയത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നിലവിലുള്ള സ്റ്റാറ്റസ്, അതായത് നമ്മുടെ ശരീരത്തിന്റെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെന്ന് പറയുന്നത് ഇൻ ഫ്യൂച്ചർ, ഇനി നമുക്ക് നാളെ വരാൻ സാധ്യതയുള്ള രോഗങ്ങളെ നമ്മൾ മുൻകൂട്ടി പ്രവചിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ലോകത്തെമ്പാടും തന്നെ ഇത്തരത്തിലുള്ള ടെസ്റ്റുകളും അനാലിസിസും ഒക്കെ നടക്കുന്നുണ്ട്. അത് നമ്മൾ പുതുതായിട്ട് കേരളത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. പ്രത്യേകിച്ചും ഇപ്പോൾ നമ്മൾ കേരളത്തിലെ ജനങ്ങൾക്ക് ആൾപ്പാടെ അല്ലെങ്കിൽ ലോകത്തിലെ എല്ലാ സമൂഹത്തിലും ആരോഗ്യത്തെ പറ്റിയുള്ള ഒരു ഉത്കണ്ഠയുണ്ട്. ആ ഉത്കണ്ഠയെ മാറ്റുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രെഡിക്റ്റീവ് ആയിട്ടുള്ള പല ടെസ്റ്റുകളും ഇപ്പോൾ സാങ്കേതിക വിദ്യ വളരെയേറെ വികസിച്ചതുകൊണ്ട് ആ സാധ്യത നമ്മൾ പ്രയോജനപ്പെടുത്തും. അപ്പോൾ രോഗം വരുന്നതിനേക്കാൾ നല്ലത് വരാതിരിക്കുന്നതാണ് എന്ന് പറയുന്നതൊക്കെ പഴയതായി. ഈ വരാൻ പോകുന്നത് പോലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ടുള്ള പുതിയ സാങ്കേതിക വിദ്യയ്ക്ക് കഴിയും. ആ ഒരു മേഖലയിലേക്കാണ് ഡേവിസ് ക്യാൻസർ പുതിയ ചുവടുവെപ്പുമായിട്ട് അതിന്റെ സാധ്യതകൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ഡേവിസ് ക്യാൻസർ രോഗനിർണയത്തിൽ മാത്രമല്ല കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഡേവിസ് ക്യാൻസർ പഠന ഗവേഷണത്തിലൂടെ അതിന്റെ ഏരിയ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ദമാം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് എന്ന് പറയുന്ന ഡേവിസ് ക്യാൻസറിന്റെ ഒരു സഹോദര സ്ഥാപനം. അപ്പൊ അവിടെ നമ്മൾ ഗവൺമെന്റിന്റെ DMLT പോലെയുള്ള ഗവൺമെന്റ് അപ്രൂവഡ് കോഴ്സുകൾ നമ്മൾ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെയുള്ള ഏറ്റവും ആധുനിക രീതിയിലുള്ള ഫെസിലിറ്റി ഉപയോഗിച്ചുകൊണ്ട് ഗവേഷണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളും നമ്മൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതായത് ഡേവിസ് ക്യാൻസർ എന്ന് പറയുന്നത് വെറും ഒരു ഡയഗ്നോസിസ് സെന്റർ അല്ല, പകരം ആരോഗ്യ മേഖലയിൽ എല്ലാ മേഖലയിലും നമ്മൾ കൃത്യമായി ഇടപെട്ടുകൊണ്ടും അതിനെ പരിപുഷ്ടിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ഡേവിസ് ക്യാൻസർ എന്ന് പറയുന്നത് ദ തേർഡ് ഐ ഓഫ് യുവർ ഹെൽത്ത് എന്ന് പറയുന്നതായിരിക്കും ഉചിതം. ദന്താരോഗ്യത്തെ വിലയിരുത്താനും ഭാവിയിലെ ചികിത്സകൾക്ക് മാർഗരേഖ നൽകാനും OPG ഉപയോഗിക്കുന്നു. ന്യൂ ടോം ഓർത്തോപാൻഡോഗ്രാം സിസ്റ്റം പനോറാമിക് ചിത്രം നൽകി ഇംപ്ലാന്റ് പ്ലാനിംഗ് കൂടുതൽ കൃത്യമായി നടത്താൻ സഹായിക്കുന്നു. ഞാൻ വിനോദ് കൃഷ്ണൻ, ഡേവിസ് ക്യാൻസറിന്റെ AGM ആണ്. 13 വർഷമായി ഞാൻ ഡേവിസ് ക്യാൻസറോടാണ് വർക്ക് ചെയ്യുന്നത്. ഈ 13 വർഷം ഞാൻ ഡേവിസ് ക്യാൻസറിന്റെ വളർച്ച നേരിട്ട് കണ്ടതാണ്. ഇന്ന് നമുക്ക് ഏകദേശം കേരളത്തിലുടനീളം 80 ബ്രാഞ്ചസോളം ഡേവിസ് ക്യാൻസർ ഉണ്ട്. ഡേവിസ് ക്യാൻസർ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നതിൽ വിട്ട് കണ്ടിന്യൂവേഷൻ ആയിട്ട് നമ്മളൊരു പുതിയ പദ്ധതി നമ്മൾ ആവിഷ്കരിക്കുകയാണ്. അതായത് വെൽനസ് കെയർ സെന്റർ എന്ന് പറഞ്ഞുകൊണ്ട് രോഗം വരുന്നതിന് മുമ്പ് രോഗം നിർണ്ണയിക്കാനുള്ള ഒരു സംവിധാനം ഡേവിസ് ക്യാൻസർ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതിന്റെ എല്ലാ സക്സസിനും വേണ്ടിയിട്ട് ഹോൾ മാർക്കറ്റിംഗ് ടീം പ്രവർത്തിക്കുന്നതാണ്. മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങൾ രേഖപ്പെടുത്തുന്ന EEG ടെസ്റ്റ് അപസ്മാരം, ഉറക്കക്കുറവ്, മറ്റ് ന്യൂറോളജിക്കൽ രോഗങ്ങൾ എന്നിവ തിരിച്ചറിയാൻ സഹായിക്കുന്നു. ഇതിനായി ഞങ്ങൾ EEG ടെക്നോളജി ഉപയോഗിക്കുന്നു. ഇത് ബ്രെയിൻ ആക്ടിവിറ്റി കൂടുതൽ വ്യക്തമായി മാപ്പ് ചെയ്യാനുള്ള കഴിവ് നൽകുന്നു. ഹൃദയത്തിന്റെ വൈദ്യുത പ്രവാഹം രേഖപ്പെടുത്താൻ ECG മെഷീൻ ഉപയോഗിക്കുന്നു. ഹൃദയമിടിപ്പിലെ ക്രമക്കേടുകൾ, ഹൃദയാഘാത സാധ്യതകൾ എന്നിവ വേഗത്തിലും വിശ്വാസ്യതയോടെയും തിരിച്ചറിയാൻ ഇതിന്റെ കാര്യക്ഷമത സഹായിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിജയ് കുമാർ, ഡേവിസ് ക്യാൻസറിന്റെ ചീഫ് ടെക്നിക്കൽ മാനേജറായി വർക്ക് ചെയ്യുന്നു. ജനങ്ങൾ ഡേവിസ് ക്യാൻസറിലേക്ക് കടന്നു വരുന്നത് വ്യത്യസ്തമായ ലബോറട്ടറി പരിശോധനകളും MRI സ്കാനിങ്, CT സ്കാനിങ് തുടങ്ങിയ പരിശോധനകൾ കൂടി കൺസൾട്ടേഷൻ കൂടിയാണ്. ഇതിൽ ഞങ്ങൾ പൂർണ്ണമായ വിശ്വാസം അർപ്പിച്ചിരിക്കുക എന്നുള്ളത്. ഇതിൻ്റെ ഇതിൽ വിശദമായ ഒരു അടിസ്ഥാന തത്വം. ഓരോ കസ്റ്റമറും ഞങ്ങളുടെ സ്ഥാപനത്തിലേക്ക് കടന്നു വരുമ്പോൾ കൃത്യതയാർന്ന റിസൾട്ടുകൾ കൊടുക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ്. പരിചയസമ്പന്നരായ ടെക്നീഷ്യൻസ് അത്യാധുനിക ടെക്നോളജിയുടെ സഹായത്താൽ പെർഫെക്റ്റായ മെഷീനിന്റെ സഹായത്താലാണ് ഞങ്ങളിവിടെ വ്യത്യസ്തമായ രോഗനിർണയവും പരിശോധനകളും നടത്തുന്നത്. ഡേവിസ് ക്യാൻസറിൽ രോഗനിർണയത്തിനു വേണ്ടി ഞങ്ങൾക്ക് സമൂഹത്തിലുള്ള ജനങ്ങളോടുള്ള കടപ്പാട് നിങ്ങൾ ആഗ്രഹിക്കുക ഞങ്ങൾ നിറവേറ്റപ്പെടുകയായി. അതാണ് പലരും. വ്യായാമ സമയത്ത് ഹൃദയത്തിന്റെ പ്രവർത്തനം വിലയിരുത്തുന്ന TMT ടെസ്റ്റ് കൊറോണറി ആരോഗ്യത്തിന്റെ ഭാവി അപകട സാധ്യതകൾ കണ്ടെത്താൻ നിർണായകമാണ്.
RMS വേഗ സീരീസ് TMT സിസ്റ്റം സ്ഥിരതയാർന്ന പ്രകടനം നൽകുന്നതിലൂടെ പരിശോധന കൂടുതൽ സുരക്ഷിതവും കാര്യക്ഷമവുമാക്കുന്നു. ഹൃദയത്തിന്റെ അറകൾ, വാൽവുകൾ, രക്തപ്രവാഹം എന്നിവ തത്സമയം കാണിക്കുന്നത് എക്കോ ടെസ്റ്റ് വഴിയാണ്. എക്കോ കാർഡിയോഗ്രാം മെഷീൻ ഹൈ ഡെഫിനിഷൻ അൾട്രാസൗണ്ട് ഇമേജിംഗ് നൽകി കാർഡിയാക് രോഗനിർണയം കൂടുതൽ വ്യക്തവും കൃത്യവുമാക്കുന്നു. ശരീരത്തിന്റെ ഓരോ കോശവും ഓരോ മാറ്റവും കൃത്യമായി വായിച്ചെടുക്കുന്ന ഒരിടം. രോഗനിർണയത്തിന്റെ ആണിക്കല്ലാണ് ഞങ്ങളുടെ പാത്തോളജി വിഭാഗം. മൈക്രോബയോളജി മുതൽ മോളിക്കുലാർ ബയോളജി വരെ ഓരോ പരിശോധനയും ലോകോത്തര നിലവാരമുള്ള ഉപകരണങ്ങളിലൂടെ അതിവേഗത്തിലും അതിസൂക്ഷ്മമായും പൂർത്തിയാക്കുന്നു. രോഗാണുക്കളെ, ബാക്ടീരിയ, വൈറസ്, ഫംഗസ് വേഗത്തിൽ കണ്ടെത്താൻ ഞങ്ങളുടെ മൈക്രോബയോളജി വിഭാഗം സഹായിക്കുന്നു. PCR, എലീസ തുടങ്ങിയ അത്യാധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ചുള്ള ഈ പരിശോധനകൾ രോഗിയുടെ ചികിത്സയ്ക്ക് നിർണായകമാണ്. രക്തത്തിലെ ഗ്ലൂക്കോസ്, കൊളസ്ട്രോൾ, ലിവർ, കിഡ്നി ഫംഗ്ഷൻ തുടങ്ങിയവയുടെ രാസപരമായ പരിശോധനകൾ നടത്തുന്നത് ബയോകെമിസ്ട്രി ലാബാണ്. കോബസ്, അബോട്ട്, ബയോറെഡ് തുടങ്ങിയ അത്യാധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ച് ശരീരത്തിലെ സൂക്ഷ്മമായ മാറ്റങ്ങൾ പോലും കൃത്യമായി കണ്ടെത്തി രോഗനിർണയത്തിനും ചികിത്സയ്ക്കും ഞങ്ങൾ സഹായകമാകുന്നു. ഹെമാറ്റോളജി രക്തസംബന്ധമായ രോഗങ്ങൾ കൃത്യമായി കണ്ടെത്താൻ സഹായിക്കുന്ന ഒരു വിഭാഗമാണിത്. CBC, അനീമിയ, ലുക്കീമിയ എന്നിവ പോലുള്ള രോഗങ്ങൾ കണ്ടെത്താൻ സഹായിക്കുന്നതിന് സിസ്മെക്സ് XN550, ഗെറ്റെയിൻ 110, HbA1c മെഷീൻസ്, ഫ്ലോ സൈറ്റോമെട്രി, ഇമ്മ്യൂണോസി അനലൈസേഴ്സ് തുടങ്ങിയ ആധുനിക ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നു. ഈ സാങ്കേതികവിദ്യകൾ വേഗത്തിലും കൃത്യതയോടെയും രോഗനിർണയം നടത്താൻ സഹായിക്കുന്നു. ഹലോ, ഞാൻ ഡോക്ടർ നിഖില, കൺസൾട്ടന്റ് പെത്തോളജിസ്റ്റ്, ദേവി ലാബ്സ് ആൻഡ് സ്കാൻസ്. ക്യാൻസർ രോഗനിർണയം പോലെ തന്നെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് ജീവിതശൈലി രോഗങ്ങളുടെയും പലവിധമായ പുതിയ പകർച്ചവ്യാധികളുടെയും ജോലി സംബന്ധമായി വരുന്ന അസുഖങ്ങളുടെയും എല്ലാത്തിൻ്റെയും രോഗനിർണയത്തിൽ ലാബുകൾക്ക് വലിയൊരു പ്രധാന പങ്ക് വഹിക്കാനുണ്ട്. രോഗനിർണയത്തിന് ചികിത്സയ്ക്കും ചികിത്സ ഫലപ്രദമായോ എന്ന് മനസ്സിലാക്കാനും ആരോഗ്യരംഗത്ത് പലവിധമായ മാറ്റങ്ങൾ അനുദിനം വന്നുകൊണ്ടേയിരിക്കും. ഇതിനായി ലാബുകളും അവരുടെ സാങ്കേതിക വിദ്യകളും സജ്ജീകരണങ്ങളും അപ്ഡേറ്റ് ചെയ്ത് വെക്കേണ്ടതുണ്ട്. മാറി വരുന്ന നൂതന സാങ്കേതിക വിദ്യയുടെ ഗുണങ്ങൾ മിതമായ ചെലവിൽ രോഗികളിൽ എത്തിക്കാൻ എന്നും ദേവി ലാബ്സ് ആൻഡ് സ്കാൻസ് ശ്രമിച്ചിട്ടുണ്ട്. ഹിസ്റ്റോപാത്തോളജി എന്നത് മനുഷ്യ ശരീരത്തിലെ കലകളെ, ടിഷ്യൂസ് സൂക്ഷ്മതലത്തിൽ പഠിച്ച് ക്യാൻസർ പോലുള്ള രോഗങ്ങൾ കണ്ടെത്തുന്ന ശാസ്ത്രമാണ്. ബയോപ്സി പരിശോധനകളിലൂടെ രോഗത്തെ വളരെ വേഗത്തിൽ തിരിച്ചറിയാനും കൃത്യമായ ചികിത്സ ആരംഭിക്കാനും ഇത് സഹായിക്കുന്നു. ലൈക്ക RM 2125, RTS, ഫുള്ളി ഓട്ടോമാറ്റിക് മൈക്രോഡോംസ് തുടങ്ങിയ അത്യാധുനിക ഉപകരണങ്ങൾ ഈ പ്രക്രിയയ്ക്ക് ഉപയോഗിക്കുന്നു. മോളിക്കുലാർ ബയോളജി രോഗങ്ങളെ ജനിതക തലത്തിൽ തിരിച്ചറിയാൻ സഹായിക്കുന്നു. PCR മെഷീനുകൾ, ട്രൂപ്രപ്പ് ഓട്ടോവി2, UNODX, ട്രൂല പോലുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ച് DNA, RNA ടെസ്റ്റിംഗ്, ഓങ്കോളജി പാനലുകൾ, മോളിക്കുലാർ ഡയഗ്നോസ്റ്റിക്സ് എന്നിവ നടത്തുന്നു. രോഗത്തിന്റെ തന്മാത്രാതലത്തിലുള്ള വിശകലനം ചികിത്സ കൂടുതൽ ഫലപ്രദമാക്കാൻ സഹായിക്കുന്നു. I'm Dr. Soumya Jose, consultant pathologist, Devi Scans and Labs. ക്യാൻസർ ട്രീറ്റ്മെന്റ് ആൻഡ് പ്രോഗ്നോസിസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റും ഇത് തന്നെയാണ്. അതുകൂടാതെ തന്നെ ക്യാൻസറിന്റെ ഏർലി ഡിറ്റക്ഷൻ ആയിട്ടുള്ള ഡിഫറെൻറ്റ് ടെസ്റ്റുകൾ നമ്മുടെ ലാബിൽ ലഭ്യമാണ്. അതുപോലെ ഫുള്ളി ഓട്ടോമേറ്റഡ് ആയ പത്തോളജി ഡിപ്പാർട്ട്മെന്റ്, ഹെമറ്റോളജി ഡിപ്പാർട്ട്മെന്റ്, ക്ലിനിക്കൽ പത്തോളജി ഡിപ്പാർട്ട്മെന്റ് ആൻഡ് മോളിക്കുലർ ബയോളജി ഡിപ്പാർട്ട്മെന്റ് എന്നിവയുടെ സേവനങ്ങളും ഇവിടെ ലഭ്യമാണ്. 45 വർഷത്തിലേറെയുള്ള പ്രവർത്തന പരിചയത്തിലൂടെ രോഗനിർണയത്തിലെ കൃത്യത എന്തെന്ന് ഞങ്ങൾ കാണിച്ചു തരുന്നു. Devi Scans. Prediction through precision. The third eye for your health.